മഴയിൽ പുതുപുതും ബാത്മൂന്ന് നേപ്പാളിയിലെ രാത്രി പടരുന്നതിൽ മഴ ശക്തമായി മാർക്കലൈനിലെ പോലെ മേൽക്കൂരയിൽ തുള്ളികൾ ഡ്രമ്മടിക്കുന്നത് പോലെ നീരയുടെ വീട്ടിൽ ഒരു വിളക്ക് മാത്രം കത്തുന്നുണ്ട്. സരസ്വതി ഉറങ്ങി, പക്ഷെ നേരെ ഉറങ്ങുന്നില്ല. അവളുടെ മടി ആ നനഞ്ഞ സ്കെച്ച് ബുക്ക് കവറിൽ പടർന്ന മഷി കടർന്നിട്ടുണ്ട്. ഇത് എന്റേതാണോ? അവൾ സ്വയം ചോദിച്ചു. അകത്തേക്ക് തുറന്നു. ചായത്തോട്ടം, മഴ, ഒരു പെൺകുട്ടി, കുടയില്ല, മുഖത്തു നനവ്. താഴെ ചെറിയ അക്ഷരത്തിൽ അവസാനത്തെ ദിവസം. മീരയുടെ നെഞ്ചിടിച്ചു. എന്താ അവസാനത്തെ ദിവസം? പേജ് നമ്പർ 2. ക്ലോസപ്പ്. അതേ പെൺകുട്ടി കണ്ണു നിറഞ്ഞിരിക്കുന്നു. കയ്യിലൊരു പെൻഡൻ, എ എന്ന അക്ഷരം. മീര കഴുത്തി തൊട്ടു. ഒന്നുമില്ല. ഇതാരാ? പേജ് നമ്പർ 3. ഒരു ആൺകുട്ടിയുടെ പുറം, തോളിൽ വേഗം നടന്നു പോകുന്നു. തലയ്ക്ക് മുകളിൽ മേഘം. മഴ തുടങ്ങുന്നു. മീരയുടെ കൈ വിറച്ചു. പേപ്പർ നനഞ്ഞു. കണ്ണീരാണോ മഴയാണോ എന്ന് തിരിച്ചറിയാൻ പറ്റുന്നില്ല. പെട്ടെന്ന് ഒരു ഓർമ്മയുടെ കഷ്ണം. ഒരു കൈ അവളുടെ കൈ പിടിക്കുന്നു. ഓവല്ലേ മീരെ എന്ന ശബ്ദം. ആരാ? മീര പേടിച്ച് സ്കെച്ച് ബുക്ക് അടച്ചു. ഉറക്കം വരുന്നില്ല. മീര വീണ്ടും തുറന്നു. പേജ് നമ്പർ 7. ഒരു കുട, അതിനിടയിൽ 2 പേർ. ആൺകുട്ടിയുടെ മുഖം ക്ലിയർ അല്ല, പക്ഷേ ചെവിക്ക് പിന്നിൽ ഒരു മറുക്. മീരയുടെ ശ്വാസം മുട്ടി. ഞാനത് കണ്ടിട്ടുണ്ട് ഇവിടെയോ. അവൾ എഴുന്നേറ്റു. ജനല തുറന്നു. പുറത്ത് മഴ. ദൂരെ ഒരു വീടിന്റെ ജനലയിൽ വെളിച്ചം. അർജുന്റെ വീട്. അർജുൻ ഉറങ്ങുന്നില്ല. അവനും ജനലയിലൂടെ എങ്ങോട്ടും നോക്കുന്നുണ്ട്. 2 കണ്ണുകളും മഴയിൽ കൂട്ടിമുട്ടി. പെട്ടെന്ന് രണ്ടാളും മുഖം തിരിച്ചു. മീര സ്കെച്ച് ബുക്ക് നെഞ്ചോട് ചേർത്തു. നീ ആരടാ? അവൾ ഉറക്കെ ചോദിച്ചു. മഴ നിന്നിട്ടില്ല, ചെറുതായി പെയ്യുന്നുണ്ട്. മീര ബസ്സിനായി കാത്തു നിൽക്കുന്നു. കയ്യിൽ കുടയും സ്കെച്ച് ബുക്കും. അർജുന്റെ കാർ വന്നു. കയറു മീര, നനയും. വേണ്ട. മീര തല താഴ്ത്തി. അർജുൻ വണ്ടിയിൽ നിന്ന് ഇറങ്ങി. അവളുടെ അടുത്ത് കുട പിടിച്ചു. ഞാൻ പറഞ്ഞില്ലേ, ഞാനുണ്ട്. മീര പെട്ടെന്ന് തല ഉയർത്തി. നിങ്ങൾക്ക് എന്നെ എങ്ങനെ അറിയാം? എന്ത്? ഈ സ്കെച്ച് ബുക്ക്, ഇതിൽ നിങ്ങളുടെ ചിത്രമുണ്ട്. അർജുന്റെ മുഖം വെളുത്തു. എന്ത് ചിത്രം? മീര പെട്ടെന്ന് സ്കെച്ച് ബുക്ക് തുറന്നു. പേജ് നമ്പർ 12. അവിടെ ഒരു ചിത്രം. അർജുൻ, കോളേജ് ഡ്രസ്, കയ്യിലൊരു ഡ്രോയിങ് ബുക്ക്. ചിരിച്ചുകൊണ്ട്. അർജുൻ ഒന്നും മിണ്ടിയില്ല. അവന്റെ തൊണ്ട വരണ്ടു. ഇത് നിങ്ങളല്ലേ? മീര ചോദിച്ചു. ഇത് ഞാൻ വരച്ചതല്ല, പക്ഷെ എന്റെ സ്കെച്ച് ബുക്കിൽ എങ്ങനെ വന്നു? അർജുൻ ഒരു നിമിഷം, പിന്നെ ചിരിച്ചു. അതോ, നീ ചെറുപ്പത്തിൽ എന്നെ കണ്ടിട്ടുണ്ടാവും. കമ്പനിയിൽ വന്നപ്പോൾ അപ്പോൾ വരച്ചതാവും. കള്ളം, മീര പെട്ടെന്ന് പറഞ്ഞു. അർജുൻ ഞെട്ടി. നിങ്ങൾ കള്ളം പറയുകയാണ്. എൻ്റെ മനസ്സ് പറയുന്നു നമ്മൾ മുമ്പ് കണ്ടിട്ടുണ്ട്. ഇപ്പോൾ അടുത്ത്. മഴ കൂടി. അർജുൻ കൂട അവൾക്ക് കൊടുത്തു. വണ്ടിയിലേക്ക് പോയി. പോകുന്നതിന് മുമ്പ് പറഞ്ഞു, നീ റെസ്റ്റ് എടുക്കും മീര. ഓർമ്മകൾക്ക് ഫലം കൊടുക്കണ്ട. മീര ലഞ്ച് കഴിച്ചില്ല. അവൾ ടോയ്ലറ്റിൽ പോയി സ്കെച്ച് ബുക്ക് വീണ്ടും തുറന്നു. പേജ് നമ്പർ 15. ഒരു കത്ത്. പകുതി മാത്രം വായിക്കാം. പ്രിയപ്പെട്ട മീരി, നീ ഇല്ലാതെ. ബാക്കി മഷി പടർന്നു പോയി. മീരയുടെ കണ്ണു നിറഞ്ഞു. പ്രിയപ്പെട്ട മീരി, എൻ്റെ പേര് മീര തന്നെയാണോ? അപ്പോഴാണ് വാതിൽ തുറന്നത്. അർജുൻ, നീ ഇവിടെ എന്താ? അവൻ ദേഷ്യപ്പെട്ടു. എൻ്റെ സ്കെച്ച് ബുക്ക്, ഇതിൽ നിങ്ങളുടെ പേരുണ്ട്. മീര കരഞ്ഞു. അർജുൻ എന്ന് പലയിടത്തും. അർജുൻ അടുത്ത് വന്ന് സ്കെച്ച് ബുക്ക് കയ്യിൽ നിന്ന് വാങ്ങി. അവൻ പേജ് 15 നോക്കി. 5 വർഷം മുമ്പ് അവൻ എഴുതിയ കത്ത്. കൊടുക്കാൻ പറ്റാതെ പോയത്. ഇത് ആരുടെയോ ആണ് മീര. നിന്റെ പേര് കോയിൻസിഡൻസ് ആയിരിക്കും. ഹോര. മീര അലറി. എനിക്ക് ഓർമ്മ വരുന്നുണ്ട്. ഒരു പാട്ട്. മഴയത്ത് നീയും ഞാനും. അർജുൻ സ്തംഭിച്ചു. ഇത് അവരുടെ പാട്ടാണ്. 5 വർഷം മുമ്പ് മഴയത്ത് അവർ പാടിയത്. നിർത്ത്. അർജുൻ അവളുടെ തോളിൽ പിടിച്ചു. നീ ഒന്നും ഓർക്കേണ്ട. നിനക്ക് നല്ലതല്ല. എന്തുകൊണ്ട്? മീര കരഞ്ഞു. എന്തുകൊണ്ട്? ഞാൻ ഓർക്കാൻ പാടില്ല. അർജുൻ മറുപടി പറഞ്ഞില്ല. അവൻ സ്കെച്ച് ബുക്ക് അവൾക്ക് തിരികെ കൊടുത്ത് ഓടിപ്പോയി. വൈകുന്നേരം 5 മണി. വീട്ടിൽ സരസ്വതി മീരയുടെ സ്കെച്ച് ബുക്ക് കണ്ടു. ഇത് എവിടുന്നാ കിട്ടിയത്? അർജുൻ ചേട്ടൻ തന്താ അമ്മേ? അർജുൻ. സരസ്വതിയുടെ മുഖം കറുത്തു. ആ പേര് പറയണ്ട. എന്താ അമ്മേ? ഒന്നുമില്ല. സരസ്വതി സ്കെച്ച് ബുക്ക് വാങ്ങി അടുപ്പിലിടാൻ നോക്കി. മീര ഓടി വന്ന് പിടിച്ചു. വേണ്ട അമ്മേ, ഇത് എന്റേതാ. നിനക്ക് ഓർമ്മയില്ല. ഇതൊക്കെ നിനക്ക് വേദന മാത്രം തരും. സരസ്വതി കരഞ്ഞു. എന്ത് വേദന? മീര ചോദിച്ചു.